ഹലോ ഫ്രണ്ട്സ്, വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത നല്ല എരിവും കായവും ഉപ്പും ഒക്കെ ചേർന്ന നല്ല കിടിലൻ മിക്സർ. ഈ ഓണത്തിന് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത മിക്സറാണ് കേട്ടോ. നമ്മൾ മിക്സർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ മിക്സർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഓടി ഓടി കണ്ടിട്ട് വരാവേ. മിക്സർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. ഇത് പാക്കറ്റ് അരിപ്പൊടിയാണ്, പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി. അത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആ ബൗളിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ വേണം നമുക്ക് കടലമാവ് എടുക്കാൻ. അടുത്ത കടലമാവാണ്, അത് ഞാൻ 2 കപ്പാണ് എടുക്കുന്നത്. ആദ്യം 1 കപ്പ് എടുത്ത് നമുക്കിതുപോലെ അരിച്ചെടുക്കണം. ഈ കടലമാവ് കട്ട കെട്ടിയിരിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ആ തണുപ്പടിച്ചപ്പം കട്ടയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അരിച്ച് വിടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓടിച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പും ഇതിനകത്തേക്ക് ഞാനിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ കായപ്പൊടി ഇടാം. കായപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് കായത്തിൻ്റെ ഇത് കൂടുമ്പം. പിന്നെ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് എരിവ് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് കൂട്ടിയിടാം. ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് അരിച്ച് എടുക്കാം. ഞാൻ ഉപ്പ് വെള്ളത്തിലാണ് കലക്കി ചേർത്തെടുക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ ഇത് മുഴുവനും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്, ഒരു മഞ്ഞ കളറൊക്കെ വരണ്ടേ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആ സ്പൂണ് കൊണ്ടൊക്കെ ഒന്ന് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പിട്ടിട്ടില്ല, മഞ്ഞളും മുളകും എല്ലാം ഒന്ന് യോജിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് നനച്ചെടുക്കണം. അതായത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ. ഇത് വെറുതെ പ്ലെയിൻ വാട്ടറാണ്. അതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. കുറേശ്ശെ വീതം അല്പമായിട്ട് ഒഴിച്ച് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കയ്യിലൊക്കെ പെട്ടെന്ന് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കത് കുഴച്ചതിന് ശേഷം പിന്നെ നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് അല്പം വെളിച്ചെണ്ണ കയ്യിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് വെക്കാം. അപ്പോൾ നല്ല ഇതായിട്ടിരിക്കും, നമ്മുടെ കയ്യിൽ പിടിക്കത്തുമില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ പാകത്തിനേക്കാൾ ഒരല്പം കൂടി അരിഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് ഇത് പ്രസ് ചെയ്തെടുക്കേണ്ടതാണല്ലോ. നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തിട്ടാണ് പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഇതാകണ്ട, ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ടുണ്ട്. കൈ നന്നായി കഴുകിയതിന് ശേഷം ഇനി കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതൊന്നുകൂടി കുഴച്ച് നമ്മൾ ഓരോന്നും ഉരുളയായിട്ട് കുഴച്ചെടുത്ത് വെക്കാം. ഇതേപോലെ കറക്റ്റ് പാകമായിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് പൊടിയിട്ടാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റും, പക്ഷേ എന്നാലും അതത്ര പെർഫെക്റ്റായി വരില്ല കേട്ടോ. അപ്പം നമ്മൾ കുറേശ്ശെ വീതം വെള്ളം ഒഴിക്കുകയാണ്, നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. ഇതിനകത്തേക്ക്, ഈ അച്ചിനകത്തേക്ക് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അതേ ഇത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചില്ല്, അതിനൊക്കെ ചെറിയ ചില്ലുണ്ടെങ്കിൽ അതിടാം. എൻ്റെ കയ്യിലുള്ള ചില്ല് ഇതാണ്, ഏറ്റവും ചെറുതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മുഴുവൻ നിറച്ച് പൊടി എടുത്തിട്ട് ഇതിനെ അടച്ച് നമുക്കിതിനെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ച് ഇതാണ്. ഇതൊരു ഗൺ ടൈപ്പാണ്. ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സമയത്ത് തന്നെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നാക്കാം. കുഴിഞ്ഞ ഒരു പാത്രത്തിലാക്കി, പരന്ന പാത്രമാണ് ഏറ്റവും നല്ലതായിരിക്കും. ആ എണ്ണ അങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ 2 ഏത്തക്കായ ഇരുന്നിട്ട് അതിനെ ഒന്ന് വറുത്തെടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ മഞ്ഞ കളറും ഒക്കെ ഇരിക്കുന്നത്. ആ എണ്ണയിൽ തന്നെ ഞാൻ മിക്സറും എടുക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില അതിനകത്തിട്ട് ഒന്ന് വറുത്ത് പോരുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. ആ എണ്ണയ്ക്കൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്തൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി ഇതിനെ ഞാനൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒത്തിരി കുത്തി നിറച്ചൊന്നും ചെയ്യണ്ട. ഒരു 3-4 ലെയർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് നിറഞ്ഞു വന്നോളും. കൂടുതലാകുമ്പോഴത്തേക്കും കട്ട പിടിക്കുകയും ചെയ്യും. പിന്നെ അത് വേകാനും ഇത്തിരി താമസം ഉണ്ടാവും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. ഉടനെ ഇളക്കണ്ട. എല്ലാവർക്കുമൊക്കെ അറിയാമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പതയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം വേണ്ട. നമുക്ക് സമയം നോക്കി ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് വേവായിക്കോളും. കൂടുതൽ സമയം 2 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. പിന്നെ അത് കരിഞ്ഞ ചൊവയായി പോകും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതിനെ ഒന്ന് ഞാൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്തിടുമ്പോൾ എനിക്കൊരു 5-6
മിക്സറിൻ്റെ ഇത് സാധനം കിട്ടി. ഇതിന് പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്ന ഈ തരിക്ക് പറയുന്നത് എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു 5-6 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് വരാവേ. നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ എന്ത് സാധനം ഉണ്ടാക്കിയെടുക്കും. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. ഇപ്പോൾ ഞാനിതിലിപ്പോൾ 2 കപ്പ് എടുത്തില്ലേ, 1 കപ്പായാലും മതി. ഒരാഴ്ചയൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എത്ര ടേസ്റ്റായിട്ട് കഴിക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ അതൊക്കെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എണ്ണ എടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാവും. പിന്നെ ഇത് കണ്ടോ, 1 കപ്പ് കടലമാവ് ഞാൻ ഒന്ന് ലൂസാക്കി എടുത്തതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് വേണമല്ലോ ഇതിന്. എൻ്റെ പേരും പറഞ്ഞു, മുത്ത് പോലുള്ള സാധനം ഇല്ലേ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ അരിപ്പ തവിയില്ലേ, നമ്മുടെ ഹോളുള്ള തവിയിലേക്ക് വെച്ചുകൊണ്ട് അതിനകത്തേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മാവിനെ തന്നെ നമുക്ക് കുറച്ച് 2-3 പാത്രത്തിലേക്ക് മാറ്റി പച്ച കളറോ റെഡ് കളറോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ടുള്ള മുത്തുമണികൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് സമയം വേണം അത് മൊരിഞ്ഞ് വരാനായിട്ട്. നമ്മൾ ഉടനെ ഇളക്കുകയൊന്നും ചെയ്യരുത്, അടിയിലല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ഉണ്ടയായിട്ട് കിട്ടും. അപ്പോൾ സാവധാനം, എനിക്കൊന്നൊരു 5 മിനിറ്റ് എങ്കിലും വേണമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ 5 മിനിറ്റ് കൂടുതൽ എടുത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം താഴേന്ന് മുകളിലേക്ക് പൊങ്ങി വരും. അതാണ് അതിന് നമുക്ക് ഇളക്കുന്നുള്ളൊരു പാകം. പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് നല്ല കിലുകില ശബ്ദം കേൾക്കും. ഇതാ കണ്ടോ. അപ്പോൾ അതത്രയും കിട്ടിയിട്ടുണ്ട്. ഞാൻ കളറൊന്നും ഇട്ടിട്ടില്ല, എൻ്റെ കളറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതും കോരി മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ, നമുക്കിത് മാത്രമായിട്ടാണല്ലോ നമുക്ക് മിക്സർ കഴിക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഇത് പൊട്ടുകടല, അതും 1 കപ്പ്. അതിനും അധികം സമയമൊന്നും വേണ്ട കേട്ടോ, 1-2 മിനിറ്റ് മതിയാകും. നല്ല പെട്ടെന്ന് മൊരിയുന്ന ഒരു സാധനമാണല്ലോ, ഒത്തിരി കളർ ചേഞ്ചൊന്നും വരണമെന്നില്ല അതിന്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാവട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കോരി നേരത്തെ എടുത്ത മുത്തിനകത്തേക്ക് തന്നെ ഇടുകയാണ്. ഇനി അടുത്തത് കപ്പലണ്ടി. കടിച്ച് നോക്കുമ്പോൾ അറിയാം അത് പാകമായിട്ടുണ്ടോ എന്നുള്ള. ഹാർഡായിപ്പോൾ ഒരു കൂടുതൽ സമയം ഇരുന്നാൽ ഹാർഡായി പോകും. 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയും പരിപ്പും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ മിക്സർ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ കോരി എടുത്തിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ ഞാനൊരു ഷോർട്ട് ഇട്ടിരുന്നൊരു മിക്സർ മിഠായി, ഈ പരിപ്പും കപ്പലണ്ടിയൊക്കെ തിന്നു കഴിഞ്ഞ് പിള്ളേർ അവസാനം ഇതിൻ്റെ സേവ മാത്രമായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതെല്ലാം കൂടെ ഞാൻ പാനിയിലിട്ട് ഒരു മിക്സർ മിഠായി ഉണ്ടാക്കിയൊക്കെ എടുത്തു. നല്ല പെർഫെക്റ്റായിട്ടൊക്കെ മിക്സർ മിഠായി ഉണ്ടാക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കോരിയെടുക്കുകയാണ്. കപ്പലണ്ടിയൊക്കെ സൂക്ഷിച്ച് അത് ഒന്ന് പൊട്ടി വരുമ്പോഴേ കോരിക്കോണം. കപ്പലണ്ടി ഇരുന്ന് നന്നായിട്ട് മൊരിയും. കപ്പലണ്ടിയൊക്കെ ഇത്തിരി മൂക്ക് മാറിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. ലാസ്റ്റ് കുറച്ചധികം കറിവേപ്പില കൂടെ ഇടുകയാണ്. എത്ര എളുപ്പം, തീർന്നു, മിക്സറിൻ്റെ പരിപാടിയേ കഴിഞ്ഞു. അതും മൊരിഞ്ഞ് കഴിയുമ്പോൾ അതും കോരിയിടാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഒരു ബേസനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ മിക്സ് ചെയ്യണമെങ്കിൽ വലിയ പാത്രം തന്നെ വേണം കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ആദ്യം പ്രസ് ചെയ്തിട്ട ഇതിൻ്റെ പേരുകളൊക്കെ ഞാൻ മറന്നു കേട്ടോ. എല്ലാവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനൊക്കെ എന്താ പറയുന്നതെന്ന്. എനിക്ക് 6 എണ്ണം എനിക്ക് കിട്ടി കേട്ടോ. ഇത് മൊത്തം 3 കപ്പ് മാവ് കൊണ്ട് 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് 2 കൈയും കൊണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. തീരെ പൊടിയാവണ്ട, ഒരു ചെറിയ പരുവത്തിൽ. ഇതൊക്കെ തണുത്തിട്ടുണ്ട് ശരിക്ക്. നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കോരി വെച്ചിരിക്കുന്ന കപ്പലണ്ടി, പരിപ്പ്, കറിവേപ്പില, പിന്നെ മുത്ത്, അതിൻ്റെ പേര് ഞാൻ എൻ്റെ നാക്കിലുണ്ട്, മറന്നുപോയി. അതുമൊക്കെ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ ഓർത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇത്രയും ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇടുന്നുണ്ട്. കായപ്പൊടിയും വേണമെങ്കിൽ ഇടാൻ ടേസ്റ്റ് നോക്കിയിട്ട്. എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ ഈ കപ്പലണ്ടിക്കൊക്കെ. അപ്പോൾ ഈ ചൂടോടുകൂടി മിക്സ് ചെയ്താലേ അത് അതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ടില്ല, ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഇടാനാണെങ്കിൽ നമ്മൾ ഈ മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഈ മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പം അതിൻ്റെ പച്ചച്ചവ മാറും. എന്നിട്ട് ഇങ്ങനെ ഇട്ട്
മിക്സ് ചെയ്താലും അത് നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. ഞാനത് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ്, എനിക്ക് കൈ പൊള്ളുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ കുറച്ചൊന്നെല്ലാം മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവി കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നോക്കി ഉപ്പും മുളകും കായത്തിൻ്റെ പൊടിയുടെ ടേസ്റ്റും എല്ലാം കൂടി കിട്ടില്ല ടേസ്റ്റ്. അതാ നോക്കി എന്ത് രസമല്ലേ, ഇത്രയും കൊണ്ട് നമുക്ക് എന്തുമാത്രം മിക്സറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ മിക്സർ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് വിശ്വാസത്തോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെയൊക്കെ ഞാനൊരു 2-3 കുപ്പിയിലാക്കി മാറ്റി വെക്കുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു ബോട്ടിൽ അപ്പം തന്നെ തീർന്നു കേട്ടോ. ഞാനിത് പല വലുപ്പത്തിലുള്ള കുപ്പികളിലാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കുപ്പിയിൽ വെക്കുകയാണെങ്കിൽ അത് ആദ്യം തീർന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴപ്പോൾ തുറന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കാറ്റ് കയറും തോറും തണുത്ത് പോകും. എന്താ കണ്ട, പല പല കുപ്പിയിലാക്കി വെച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ഇരുന്നോളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മിക്സർ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം, ലൈക്ക് തരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.